ഇനി ഞാൻ വീണ്ടും പക്ഷെ ആ സഫാരി ചാനലിൽ തന്നെ നിൽക്കുകയാണ്. കാരണം ആ സമയത്ത് സാറിന്റെ ഒരു കോൺഫിഡൻസ് എന്തായിരുന്നു? ഒരു ചാനൽ എന്ന് പറയുന്നത് അതും ഒരു സാറ്റലൈറ്റ് ചാനൽ ഒരു എളുപ്പപ്പണി അല്ലല്ലോ. ഇപ്പൊ ഒരു ഓൺലൈൻ ചാനൽ തുടങ്ങുകയാണെങ്കിൽ ശരി, നമുക്ക് ഇന്ന് രാവിലെ നമുക്കൊരു തോന്നലുണ്ടായി ഉച്ചയാകുമ്പോഴത്തേക്ക് നമുക്ക് ചാനൽ അപ്പ് ചെയ്യാം. അതുപോലെ അല്ലല്ലോ ഒരു സാറ്റലൈറ്റ് ചാനൽ. അപ്പൊ എന്തായിരുന്നു അതിന്റെ പുറകിലുണ്ടായ ഒരു കോൺഫിഡൻസ്? ഇതിന്റെ കാര്യം കോൺഫിഡൻസ് ഉണ്ടായത് എങ്ങനെയാണെന്നുള്ളതാണ് ചോദ്യം. ഞാൻ പഠിച്ചത് ഈ ഇൻഡസ്ട്രിയാണ്. ഞാൻ ടെലിവിഷൻ, മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസമാണ് എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അന്നു മുതൽ അല്ലെങ്കിൽ ഞാനൊരു ഹൈസ്കൂൾ പഠിച്ച് കഴിയുന്നിടം മുതൽ എൻ്റെ സ്വപ്നം ടെലിവിഷനാണ്. അന്നു മുതൽ ഞാനിതുമായിട്ട് പ്രവർത്തിക്കുന്നതല്ല ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ദൂരദർശന് വേണ്ടി പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഏഷ്യാനെറ്റ് പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ടിരുന്നപ്പോഴും ഓരോ ചാനലിലെ പ്രധാന വ്യക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ എത്ര വർഷത്തെ അനുഭവമാണ്. അതിലൂടെ ഞാൻ മനസ്സിലാക്കുകയാണ് ഇവർ ഈ ചെയ്യുന്ന ഇതല്ല വേണ്ട, ഇങ്ങനെ ഒരു സാധനം ചെയ്യാം, ഇങ്ങനെ ചെയ്യുന്ന പരിപാടിക്ക് വരെ ഇങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ കോസ്റ്റ് നമുക്ക് ഇങ്ങനെ കുറയ്ക്കുകയും ചെയ്യാം, അപ്പീലിംഗ് ആയ പരിപാടി കൊണ്ടുവരികയും ചെയ്യാം. ഇപ്പം ചരിത്രമെന്നിലൂടെ എന്ന് പറഞ്ഞൊരു പരിപാടി, അങ്ങനെ ഒരു പരിപാടി ടെലിവിഷനിൽ അതിനു മുമ്പില്ല. ഒരാളിങ്ങനെ വന്നിരുന്നിട്ട് 10-60 എപ്പിസോഡായിട്ട് അവരുടെ ജീവിതം ഒരു അഭിമുഖകാരം പോലും ഇല്ലാതെ ക്യാമറയുടെ നോക്കി ഇങ്ങനെ പറയുന്ന സാധനം അത് ഹിറ്റായി മാറിയില്ലേ? അതിന്റെ കോസ്റ്റ് എത്രയാ? ആ വരുന്നയാൾക്ക് കൊടുക്കുന്ന ചായ അല്ലേ? ഇനി വണ്ടിക്കൂലി വേണ്ടവരാണെങ്കിൽ അതുകൂടെ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു പരിപാടിയായിട്ട് ടെലിവിഷൻ ചാനൽ ഓടിക്കാൻ മേലേ? അരമണിക്കൂർ പ്രോഗ്രാം ഒരു ദിവസം അങ്ങ് മാറിയില്ലേ? ഇതേ സാധനം ഒരു റിയാലിറ്റി ഷോ നടത്തിയ ഒരു ചാനൽ അരമണിക്കൂർ പോകണമെങ്കിൽ എത്ര ലക്ഷം രൂപ ഒരു ദിവസം മുടക്കണം? കോടിക്കണക്കിന് രൂപ വേണ്ടി വരും. വേണം. അപ്പൊ ഈ കോടിയുടെ ലാഭമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം.